ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, അതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചേർത്ത ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. മറുവശവും ഫ്രൈ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡ് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എളുപ്പത്തിൽ ഇത് ഫ്രൈ ആയി കിട്ടും. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിലേക്കോ കിച്ചൺ ടിഷ്യൂലേക്കോ മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ വലിയ ചീൻചട്ടിയൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പിൽ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന 2 പീസും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്തായി വെളിച്ചെണ്ണ തന്നെ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് സവോള, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിന് കൂടുതൽ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.